ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളായി കേട്ടോ ഓൺ വോയിസിലൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നെന്നാ ഓൺ വോയിസിലൊരു വീഡിയോ ചെയ്യാമെന്ന് എഴുതിയിട്ട് വന്നതാണ്. ഞാൻ ഇന്നുണ്ടാക്കിയ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇതിലിടുന്നത്. കുറച്ച് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഞാനിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയെടുത്തു. അതിനുശേഷം പൊടികൾ ചേർത്ത വീഡിയോ ഞാൻ എടുക്കാൻ മറന്നിരുന്നു. ഇത് പൊടികൾ ചേർത്തതിന് ശേഷമുള്ള പിക്കാണ്. അപ്പൊ അതില് ഞാൻ മഞ്ഞപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, അത്രയും പൊടികളാണ് ചേർത്തിരുന്നത്. അങ്ങനെ എൻ്റെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതായിരുന്നു എൻ്റെ ചിക്കൻ കറിയുടെ ഫൈനൽ ലുക്ക്. അപ്പൊ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് കാണാം. ഞാൻ കുറച്ച് കാഷ്യൂനട്ട്, അതുപോലെ തന്നെ ഉണക്കമുന്തിരി, കുറച്ച് വേപ്പില, സവോള ഇതെല്ലാം നെയ്യിൽ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നെയ്യ് ഒരു പാത്രത്തിൽ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പൈനാപ്പിൾ, അതിൻ്റെ തന്നെ കുറച്ച് എസൻസ് ഒക്കെ എടുത്തു. പിന്നെ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്ന പരിപാടിയിലേക്ക് കടന്നു. ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഈ ഓരോരോ ഐറ്റംസ് ആയിട്ട് വിതറി കൊടുത്തു. അപ്പോൾ എല്ലാ ഐറ്റംസും അതിൽ ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് റൈസും ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കറി മിക്സ് ചെയ്യുന്നില്ല, ചോറ് മാത്രം സെപ്പറേറ്റ് ആക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ റൈസ് ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജീര റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് വെള്ളം വെട്ടി തിളപ്പിച്ച് അതിലേക്ക് പച്ചമസാലയൊക്കെ ചേർത്തിട്ട് റൈസ് ഇട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുത്തു. അതപ്പോൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും, പിന്നെ അതേ കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കും, കുറച്ച് നെയ്യ് അതിൻ്റെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഓരോ ലെയറായിട്ട് ഈ ഐറ്റംസ് മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ചോറ് റെഡിയാക്കി എടുക്കുമായിരുന്നു. കറി നമ്മൾ ഇതിൽ മിക്സ് ചെയ്തിട്ടില്ല. കറി അതിൽ ചേർക്കാതെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നതാണ് എനിക്ക് പൊതുവെ ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ വൈറ്റ് റൈസ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പം അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളതും. അപ്പോൾ മൊത്തം റൈസും ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം അതിലേക്ക് ചേർത്തു. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബിരിയാണിയുടെ ഫൈനൽ ലുക്ക്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ചെറിയ റൈസ് വെച്ചിട്ട് ബിരിയാണി ചെയ്യുന്നത്. എനിക്ക് പൊതുവെ വലിയ റൈസിനോടാണ് താല്പര്യം. എപ്പോഴും ഞാൻ ആ വലിയ റൈസ് ഉപയോഗിച്ചിട്ടാണ് ബിരിയാണി വെക്കാറ്. പക്ഷെ ഈ റൈസ് വെച്ച് ബിരിയാണി വെച്ചപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഞാൻ വെച്ചോണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കച്ചമ്പറും അതിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ അച്ചാറൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. പിന്നെ പപ്പടം വറുത്തിരുന്നു, പക്ഷെ എടുക്കാൻ മറന്നുപോയി. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.